കേരളത്തിലെ ജനങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഒരു ഉത്സവം പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമ നഗരങ്ങളെല്ലാം ഇനി തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ ആവേശത്തിലാണ്. എന്നാൽ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അവിടെ നടന്ന അട്ടിമറികൾ പുറത്തു വരികയാണ്, അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരികയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ. കെ.സി. വേണുഗോപാൽ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുമുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രാഥമിക നിഗമനത്തിൽ 75ഓളം സീറ്റുകൾ SIR അട്ടിമറിച്ചതായാണ് കണക്ക് എന്നാണ്. SIR എന്നാൽ വോട്ടർ പട്ടികയിലെ പേരുകളുടെ കൂട്ടിച്ചേർക്കലുകൾ, ഒഴിവാക്കലുകൾ, തിരുത്തലുകൾ, സ്ഥലം മാറ്റൽ എന്നിങ്ങനെ ഉൾപ്പെടെയുള്ളവയുടെ കൃത്യത ഉറപ്പാക്കണം എന്നതാണ് SIRന്റെ ലക്ഷ്യമെന്നത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കുന്ന കർമ്മ പരിപാടിയായിട്ടാണ് SIR മാറിയിരിക്കുന്നത് എന്നും ബീഹാറിലും അത് തന്നെയാണ് സംഭവിച്ചത് എന്നും കെ.സി. പറയുന്നുണ്ട്. ഇതിനൊക്കെ ഉത്തരവാദി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ബീഹാറിൽ നടന്നതുപോലുള്ള അട്ടിമറി തന്നെയാണ് കേരളത്തിലും നടക്കാൻ പോകുന്നത്. ജനാധിപത്യത്തിൽ സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ, അതിന് തക്കതായ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ ഉത്തരവാദിത്തമുള്ള ഇലക്ഷൻ കമ്മീഷൻ തന്നെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ മോശമാക്കാനും ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നും കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളോട് തുറന്നു പറയുകയാണ്. എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കുന്ന കർമ്മപരിപാടിയായിട്ടാണ് SIR മാറിയിരിക്കുന്നത്. ബീഹാറിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഞങ്ങളുടെ പ്രാഥമിക നിഗമനത്തിൽ 75ഓളം നിയമസഭാ സീറ്റുകൾ അട്ടിമറിച്ചിരിക്കുന്നത് SIR ആണ്. തീർച്ചയായിട്ടും ധൃതി പിടിച്ചിട്ടുള്ള യാതൊരു മുൻകരുതലുകളും എടുക്കാതെ ജീവനക്കാരൻ്റെ മേൽ അമിതഭാരം ഏൽപ്പിച്ച് ഏത് വിധേനയും SIR പൂർത്തിയാക്കണമെന്നുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിന്റെ രക്തസാക്ഷിയാണ് ഇന്ന് കാസർഗോഡ് ഉണ്ടായത്. ഇതിന് ഉത്തരവാദി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നുള്ള കാര്യം സംശയം വേണ്ട. കാരണം കേരള ജനങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉത്സവം പോലെ കൊണ്ടുനടക്കുന്നവരാണ്. നമ്മളെല്ലാവരും പറയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു ഉത്സവം പോലെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഗ്രാമതലങ്ങളിൽ, വില്ലേജ് തലങ്ങളിൽ, ഏറ്റവും ഗ്രാസ് റൂട്ട് തലങ്ങളിലുള്ള ആളുകൾ പോലും ഇതൊരു വലിയ ഉത്സവമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഇൻവോൾവ് ചെയ്യുന്ന സമയം തന്നെ കൃത്യമായി നോക്കിയാൽ 9-ാം തീയതി പോളിംഗ് ഡേറ്റ് ദിവസമാണ് ഈ BLOമാർക്ക് ഇത് കൊടുക്കേണ്ട അവസാന ദിവസം. അപ്പോൾ അവരുടെ മുന്നിലുള്ള ഈ ജോലിഭാരം അവരെ സമ്മർദ്ദത്തിലാക്കിയതിൻ്റെ വെളിച്ചത്തിലുണ്ടായ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. SIR എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ക്ലിയർ ആയിട്ടുള്ള ഗൂഢപദ്ധതിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കുന്ന കർമ്മപരിപാടിയായിട്ടാണ് SIR മാറിയിരിക്കുന്നത്. ബീഹാറിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഞങ്ങളുടെ പ്രാഥമിക നിഗമനത്തിൽ 75ഓളം നിയമസഭാ സീറ്റുകൾ അട്ടിമറിച്ചിരിക്കുന്നത് SIR ആണ്. മറ്റു പല ഘടകങ്ങളുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ജനാധിപത്യത്തിൽ സ്വതന്ത്രവും നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ, അതിന് തക്കതായ ഒരു സ്വതന്ത്രമായിട്ടുള്ള വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ ഉത്തരവാദിത്തമുള്ള ഇലക്ഷൻ കമ്മീഷൻ തന്നെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളെ മോശമാക്കാനും ശ്രമിക്കുന്ന ചിത്രമാണ് ഇവിടെയുള്ളത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നടത്തും. ഞങ്ങൾ നിയമപരമായിട്ടും പോരാടും. സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട്, നിയമപരമായും പോരാടും. എന്തായാലും എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ പാർട്ടി പ്രവർത്തനം നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക ഇതിനകത്തുള്ളതാണ്. ഒരു വോട്ട് പോലും തള്ളാനോ അനർഹമായ ഒരു വോട്ടും ഉൾക്കൊള്ളാനോ വിടാത്തവണ്ണം സംഭവം ഉണ്ടാകണം. പക്ഷേ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇത് കൊണ്ടിട്ടിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, രാഷ്ട്രീയ പാർട്ടികളെല്ലാം എതിര്. നിയമസഭ തന്നെ പ്രമേയം പാസ്സാക്കി, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, ഇലക്ടറൽ ഓഫീസർ പറഞ്ഞു ഈ സമയം പറ്റിയതല്ല, ഇതൊന്നും ബാധകമല്ല കമ്മീഷന്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നുള്ള ചോദ്യം ജനങ്ങളുടെ മുന്നിലുണ്ട്. അല്ല, രത്തൻ കേൽക്കർക്ക് വായടപ്പിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലാണ്ട് അദ്ദേഹം എന്ത് ചെയ്യാനാണ് പറ്റുന്നത്? അദ്ദേഹം തന്നെ പറഞ്ഞതല്ലേ ഇത് പറ്റിയ സമയമല്ല എന്ന്. അത് കേട്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷെ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കടമയുണ്ട്. ഫീൽഡിൽ എന്താ നടക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കാസർഗോഡ് നടന്നിരിക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ചീഫ് ഇലക്ടറൽ ഓഫീസർക്കുള്ളതാണ്. നോക്കാം, നമുക്ക് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യോ ഇല്ലോ നോക്കാം. അല്ല, ഞങ്ങളെന്തായാലും തീരുമാനിച്ചിട്ടുണ്ടത്. താങ്ക് യു.